കോണിക് സെക്ഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസിൻ്റെ പരാബോള എലിപ്സ് നമ്മൾ പഠിച്ചു. എലിപ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കുന്നതാണ് ആംഗിൾഡ് പെർപെൻഡിക്കുലറായിട്ട് വരുമ്പോഴാണ് എലിപ്സ് സർക്കിൾ ആവണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സർക്കിൾ ആദ്യമാണ്. നമ്മളിപ്പോൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പരാബോളയും സർക്കിളും മാത്രമേ നമ്മൾ പരാബോളയും എലിപ്സും മാത്രമേ പഠിക്കുന്നുള്ളൂ. എലിപ്സ് പഠിച്ചു. രണ്ട് ഇക്വേഷനാണ് എലിപ്സിനുള്ളത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അടുത്ത ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഒന്ന് മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസും രണ്ടാമത്തത് മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസിലും ആണ് ഉള്ളത്. മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസ് ആകുമ്പം എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസ് ആണെങ്കിൽ വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ 3 ടൈപ്സ് ഓഫ് പ്രോബ്ലമാണ് ഉള്ളത്. ഒന്ന് എലിപ്സിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യുക. വെർട്ടെക്സും ആക്സിസും അല്ലെങ്കിൽ മേജർ ആക്സിസും മൈനർ ആക്സിസും തന്നിട്ട് എലിപ്സിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാൻ. അടുത്തത് ഇക്വേഷൻ തന്നിട്ട് എലിപ്സിൻ്റെ ഇക്വേഷൻ ഇത് രണ്ട് ഫോമിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് നിങ്ങൾ വെർട്ടിസസും ഫോക്കസും എക്സെൻട്രിസിറ്റിയും മേജർ ആക്സിസും മൈനർ ആക്സിസും ഒക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷൻസിലെ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓർക്കേണ്ടത് ഈ ഇക്വേഷൻ ആണെങ്കിൽ മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസ് എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്. ഈ ഇക്വേഷനാണ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസ് ഇഫ് വൈ സ്ക്വയർ ഹാസ് ലാർജർ ഡിനോമിനേറ്റർ. വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് ലാർജറായിട്ട് വരുന്നത്. എല്ലാത്തിനും ഇക്വേഷൻസ് കോമൺ ആണ്. ഈ ഫോഴ്സയും വേർട്ടിസസും മാത്രമേ ഉള്ളൂ രണ്ടിനും വ്യത്യാസമുള്ളത്. അപ്പം നോക്കണം, മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസ് ആകുമ്പോൾ ഫോക്കസും വേർട്ടിസസും എക്സ് കോർഡിനേറ്റ് ആയിരിക്കും തന്നേക്കുന്നത്. മേജർ ആക്സിസ് എലോങ് വൈ ആക്സിസ് ആണെങ്കിൽ ഫോക്കസും വെർട്ടെക്സും ദാണ്ടെ വൈ കോർഡിനേറ്റ് ആയിരിക്കും തന്നിരിക്കുന്നത്. എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതണം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോസൈ, ദ വെർട്ടിസസ്, ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ്, ദ മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി ആൻഡ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം ഓഫ് ദ എലിപ്സ്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോസൈ, ദ വെർട്ടിസസ്, ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ്, the minor axis, the eccentricity and the length of the lateral rectum of the ellipse. X square by 16 plus y square by 9 is equal to 1. അപ്പം ഇതിൻ്റെ ഡിനോമിനേറ്റർ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് 16 എന്ന് കിടക്കുന്നത്. അപ്പം ഫോർമുല എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ കമ്പയർ ചെയ്യണം. ഇവിടെ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഇവിടെ 16, തെറ്റിപ്പോവരുത്. എ സ്ക്വയർ ഫോമിലല്ല, മൊത്തത്തിൽ ഇങ്ങനെ തന്നേക്കുക. കുട്ടികൾ അങ്ങനെയാണ് തെറ്റിച്ച് എഴുതി വയ്ക്കുന്നത്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. ഇപ്പോൾ 4 സ്ക്വയർ ആണെങ്കിൽ A4 എന്ന് എടുത്താൽ ഇവിടെ 16 തന്നേക്കുന്നുണ്ട്. എ സ്ക്വയർ 16 എടുത്തിട്ട് അതിൽ നിന്ന് എ കണ്ടെത്തണം. എ ഈസ് ഈക്വൽ ടു 4. ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയറിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 9, ബി ഇസ് ഈക്വൽ ടു √9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇത് എ ആയി ബി ആയി നമുക്ക് സിയും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കാം. സി സ്ക്വയറിൻ്റെ ഫോർമുല സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് എ സ്ക്വയർ 16 മൈനസ് ബി സ്ക്വയർ 9. 16 മൈനസ് 9 7. സി സ്ക്വയർ ആണ് 7 കിട്ടിയ. സി ഇസ് ഈക്വൽ ടു √7. ഇനി നമ്മളുടെ ഈ ഇക്വേഷൻ എക്സ് സ്ക്വയറിൻ്റെ ഡിനോമിനേറ്ററാണ് വലുത്. അപ്പോൾ ഫോർമുല എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അതിൻ്റെ ഫോർമുലാസ് ഫോസൈ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്ത് ആൻസർ എഴുതിയാലും ഫോർമുല എഴുതിയതിന് ശേഷമേ എഴുതാവൂ. കാരണം എന്ന് വെച്ചാൽ ഫോർമുലയ്ക്ക് മാർക്കുണ്ട്. വാല്യൂ കീ പോയിൻ്റ് വരുമ്പോൾ ഫോർമുല എഴുതുന്നതിന് 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് എന്ന് പറയും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എഴുതാൻ അറിയാമായിരിക്കും, പക്ഷേ ഫോർമുല എഴുതിയതിന് ശേഷം മാത്രമേ എഴുതാവൂ. ഫോസൈ പ്ലസ് ഓർ മൈനസ് C0 എന്ന് ഇങ്ങോട്ട് എഴുതണം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. ഫോസൈ പ്ലസ് ഓർ മൈനസ് C0 ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് സി എത്രയാണ്? √7 0. തീർന്നില്ലേ? വെർട്ടിസസ് ദാണ്ട ഫോർമുല സി പ്ലസ് ഓർ മൈനസ് A0
എന്താണ് ഈ ഫോമുല എടുത്തതെന്ന് മനസ്സിലായ? ഈ ഇക്വേഷൻ ആയതുകൊണ്ടാണ്. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് A0. A എത്രയാണ്? 4. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 4 0. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്താണ്? 2A. ദാറ്റ് ഈസ് 2 ഇൻറ്റു A എത്രയാണ്? 4. ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 8. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഫോമുല എന്താണ്? 2B എന്ന് എഴുതാണ് അവിടെ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം എന്താ ഫോമുല? 2B² ബൈ A. ദാറ്റ് ഈസ് 2 ഇൻറ്റു B² 3² ബൈ 4. ദാറ്റ് ഈസ് ഈ 2ഉം 4ഉം ക്യാൻസൽ ആയി 9/2. എക്സെൻട്രിസിറ്റി C/A. C ഈസ് √7. A ഈസ് 4. ഇപ്പോൾ എല്ലാം ആയില്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയില്ലേ? നെക്സ്റ്റ് പ്രോബ്ലം ഈസ് x² ബൈ 4 പ്ലസ് y² ബൈ 25 ഈസ് ഈക്വൽ ടു 1. നേരത്തെ ഞാൻ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. ഞാനത് എഴുതിയിട്ടില്ല. നിങ്ങൾ ആ ഹെഡിങ്ങിൽ എഴുതിയിട്ട് 1 2 എന്ന് പറഞ്ഞ് എഴുതുക. x² ബൈ 4 പ്ലസ് y² ബൈ 25 ഈസ് ഈക്വൽ ടു 1. ഇക്വേഷൻ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ് x²ൻ്റെ ഡിനോമിനേറ്റർ ആണോ ലാർജർ, y²ൻ്റെ ഡിനോമിനേറ്റർ ആണോ ഗ്രേറ്റർ ആയിട്ട് വരുന്നതെന്ന് നോക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം y²ൻ്റെ ഡിനോമിനേറ്റർ 25 ആണ്, x²ൻ്റെ ഡിനോമിനേറ്റർ 4 ആണ്. അപ്പം ഗ്രേറ്റർ ഡിനോമിനേറ്റർ y²നാണ് ഉള്ളത്. അപ്പോൾ ഫോമുല ഏതാണ്? x² ബൈ B² പ്ലസ് y² ബൈ A² ഈസ് ഈക്വൽ ടു 1. ഈ ഫോമുലയാണെങ്കിൽ മേജർ ആക്സിസ് എലോങ് y ആക്സിസ് ആണ്. അപ്പോൾ ഓർത്തോണേ, ഇപ്പോൾ ഉടനെ എന്ത് എഴുതണം? ഫോമുല ഗ്രേറ്റർ ഡിനോമിനേറ്റർ y² ആയതുകൊണ്ട് ഫോമുല x² ബൈ B² പ്ലസ് y² ബൈ A² ഈസ് ഈക്വൽ ടു 1. ബിയും എയും മാത്രമേ ചേഞ്ച് ചെയ്യുന്നു. B² ബൈ A² ഈസ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് B² ഈസ് ഈക്വൽ ടു 4. B ഈസ് ഈക്വൽ ടു 2. അടുത്തത് A² ഈസ് ഈക്വൽ ടു 25. A ഈസ് ഈക്വൽ ടു 5. അടുത്ത സ്റ്റെപ്പ് C² ഈസ് ഈക്വൽ ടു A² മൈനസ് B². C² 25 മൈനസ് B² 4. 25 മൈനസ് 4 21. C² 21. C ഈസ് ഈക്വൽ ടു √21. ഫോർ സൈഡ് ഇക്വേഷൻ. ഇവിടെ ഫോസൈക്ക് മാറ്റമുണ്ട്. മേജർ ആക്സിസ് എലോങ് y ആക്സ് ആണ്. ഫോസൈ y കോർഡിനേറ്റ് ആണ് 0 പ്ലസ് ഓർ മൈനസ് C. ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് C. C എത്രയാണ്? √21. വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് A. A എത്രയാണ്? 0 പ്ലസ് ഓർ മൈനസ് 5. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് 2A. അങ്ങനെ എഴുതണം. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് 2A. ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 10. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് 2B. മേജർ ആക്സിസും മൈനർ ആക്സിസിൻ്റെ ഫോമുലയിലൊന്നും മാറ്റമില്ല. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2B. ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 4. ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം 2B² ബൈ A. ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഈസ് 8/5. എക്സെൻട്രിസിറ്റി C/A. ദാറ്റ് ഈസ് √21 ബൈ 5. അപ്പോൾ ആയല്ലോ. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. നമ്മൾ ഇതുവരെ കണ്ട എന്താണ്? എലിപ്സിൻ്റെ ഇക്വേഷൻ തന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ്. ഒന്ന്, വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 5 0. ഫോസൈ പ്ലസ് ഓർ മൈനസ് 4 0. വെർട്ടിസസും ഫോസൈയും തന്നിട്ടുണ്ട്. എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമ്മുടെ മുന്നിലുണ്ടാകുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഫോമുല യൂസ് ചെയ്യണോ ഈ ഫോമുല യൂസ് ചെയ്യണോ എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ ഈ വെർട്ടിസസിലോട്ട് നോക്കുക. വെർട്ടിസസും ഫോക്കസ് എവിടെയാണ് കിടക്കുന്നത്? എക്സ് കോർഡിനേറ്റാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫോമുലാസാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? x² ബൈ A² പ്ലസ് y² ബൈ B² ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഫോമുല യൂസ് ചെയ്യും. ഇനി വീണ്ടും ഇങ്ങോട്ട് നോക്കുക. വെർട്ടിസസ് എന്താണ്? പ്ലസ് ഓർ മൈനസ് A0. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് എയുടെ സ്ഥാനത്ത് 5. ദാറ്റ് ഈസ് A ഈസ് ഈക്വൽ ടു 5. ഇനി ഫോസൈ പ്ലസ് ഓർ മൈനസ് C0. ദാറ്റ് സിയുടെ സ്ഥാനത്ത് 4. ദാറ്റ് ഈസ് C ഈസ് ഈക്വൽ ടു 4. എയും സിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ബി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എയും ബിയും സിയും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ എയും സിയും ഉണ്ട്, നമുക്ക് ബി കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും സിയും കൂടെ കണക്ട് ചെയ്യുന്നൊരു ഫോമുല നമുക്കറിയാം. C² ഈസ് ഈക്വൽ ടു A² മൈനസ് B². C ഈസ് 4. C² ഈസ് 4² ഈസ് ഈക്വൽ ടു A² ഈസ് 5² മൈനസ് B² ഈസ് 4². അല്ലേ? B² അറിയത്തില്ല, നമുക്ക് B² അതേപോലെ എഴുതി. ദാറ്റ് ഈസ് 4² 16 ഈസ് ഈക്വൽ ടു 25 മൈനസ് B². സിംപ്ലിഫൈ ചെയ്യാലോ? എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്? ദാറ്റ് ഈസ് B² ഈസ് ഈക്വൽ ടു 25 മൈനസ് 16. 25 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു
9. B square is equal to 9. That is B is equal to root 9. That is equal to 3. അപ്പം ബിയുടെ വാല്യൂ കിട്ടുമല്ലോ. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സിംപ്ലിഫിക്കേഷൻ അറിയാലോ. ബി സ്ക്വയർ 9 കിട്ടും, ബി 3 കിട്ടും. അപ്പം ഈ ഇക്വേഷൻ എഴുതുക. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ എ എത്രയാണ് കിട്ടിയേക്കുന്നത്? 5. അതിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എത്രയാണ് കിട്ടിയേക്കുന്നത്? 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. That implies x square by 25 plus y square by 9 is equal to 1 എന്ന് എഴുതുമ്പോൾ ആൻസർ പൂർണ്ണമാവും. അടുത്ത ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് ഈസ് 16. ഫോസൈ ഈസ് 0 പ്ലസ് ഓർ മൈനസ് 6. ലെങ്ത് ഓഫ് ദ മൈനർ ആക്സിസ് 2b. That is 2b is equal to 16. b is equal to 16 by 2 8. ഇനി ഫോസൈ തന്നിട്ടുണ്ട്. ആ ഫോസൈയിൽ നിന്ന് വേണം നമ്മൾ ഈ രണ്ട് ഇക്വേഷനിലെ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് എഴുതുന്നത്. അപ്പോൾ ഫോസൈ എന്താണ്? 0 പ്ലസ് ഓർ മൈനസ് 6. വൈ കോർഡിനേറ്റ് ആണ് തന്നേക്കുന്നത്. എവിടെയാണ് വൈ കോർഡിനേറ്റ് തന്നേക്കുന്ന ഫോസൈ? ദാറ്റ് ഈസ് 0 പ്ലസ് ഓർ മൈനസ് സി. ഇവിടെയല്ലേ തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സിയുടെ സ്ഥാനത്ത് എത്ര ഇവിടെ തന്നേക്കുന്നത്? 6. ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു 6. ഫോർമുല സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി സ്ക്വയർ ഈസ് 16 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ 10 സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ അറിയത്തില്ല. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 8 സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ഇട്ടാൽ എന്ത് ചെയ്യണം? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 64. അപ്പോൾ എത്ര കിട്ടും? 36 പ്ലസ് 64 100 കിട്ടും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. എ ഈസ് ഈക്വൽ ടു റൂട്ട് 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ. അപ്പം നമുക്ക് എ ആയി ബി ആയി സി ആയി. ഫോർമുല ഏത് യൂസ് ചെയ്യണമെന്ന് ഫോസയിൽ നിന്ന് നമ്മൾ കണ്ടെത്തി. ഏത് ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് 8 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് 10 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ നിങ്ങൾ എഴുതണം. എന്താണ്? എക്സ് സ്ക്വയർ ബൈ 64 പ്ലസ് വൈ സ്ക്വയർ ബൈ 100 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആവും. The next question is find the equation for the ellipse ends of the major axis plus or minus 3 0, ends of the minor axis 0 plus or minus 2. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എൻഡ് ഓഫ് ദ മേജർ ആക്സിസ് പ്ലസ് ഓർ മൈനസ് 3 0, എൻഡ് ഓഫ് ദ മൈനർ ആക്സിസ് പ്ലസ് ഓർ 0 പ്ലസ് ഓർ മൈനസ് 2. അപ്പം മേജർ ആക്സിസ് എവിടെ തന്നെയാണ് കിടക്കുന്നത്? എക്സ് ആക്സിസ്. മൈനർ ആക്സിസ് എവിടെ തന്നെയാണ്? വൈ ആക്സിസ്. അപ്പോൾ ഫോർമുല ഇത് തന്നെയാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് തന്നെയാണ് നമ്മുടെ ഫോർമുല. ഇതാണ് ഫിഗർ. എൻഡ്സ് ഓഫ് ദ മേജർ ആക്സിസ്. ഇത് -3 0, ഇത് +3 0. എൻഡ് ഓഫ് ദ മൈനർ ആക്സിസ് ഇത് 0 പ്ലസ് 2, ഇത് 0. ഈ പോയിന്റ് 0 മൈനസ് 2, 0 മൈനസ് 2. ഈ പോയിന്റ് 0 പ്ലസ് 2. ഈ പോയിന്റ് എൻഡ് ഓഫ് ദ മേജർ ആക്സിസ് ഓർഡർഡ് ബൈ 3 0. ഈ പോയിന്റ് ഓർഡർഡ് ബൈ -3 0. അപ്പോൾ എന്ത് കിട്ടും? എ എന്ന് പറയുന്ന മേജർ ആക്സിസ് എ എന്ന് പറയുന്നത് 3a ഈസ് ഈക്വൽ ടു, ഇവിടെ മേജർ ആക്സിസ് 2a എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് അല്ല തന്നേക്കുന്നത്, എൻ പോയിന്റ് ഓഫ് ദ മേജർ ആക്സിസ്. ഈ പോയിന്റ് ഏതാണ്? A0. ഈ പോയിന്റ് -A0. ഈ പോയിന്റ് 0 മൈനസ് ബി, ഈ 0b. ഈ പോയിന്റ് 0 മൈനസ് ബി. അപ്പോൾ എ എത്ര തന്നേക്കുന്നത്? 3. തെറ്റിപ്പോകരുതേ. ഇത് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് അല്ല തന്നേക്കുന്നത്. മേജർ ആക്സിന് എൻ പോയിന്റ് ആണ്. ഇതിൻ്റെ കോർഡിനേറ്റ് A0 ആണ്. ഈ കോർഡിനേറ്റ് -A0 ആണ്. അതാണ് തന്നേക്കുന്നത് 3 0 എന്ന്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 3. അടുത്ത ബി ഈസ് ഈക്വൽ ടു 2. ആൻസർ വേണ്ട പ്ലസ് ഓർ മൈനസ് 2 ബി എന്നാ. ബി എത്ര നേരം? 2. എ ഈസ് ഈക്വൽ ടു 3, ബി ഈസ് ഈക്വൽ ടു
2. അപ്പം എ അല്ലേ ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ തന്നെ അറിയാം മേജർ ആക്സിസ് മൈനർ ആക്സിസ് എക്സ് ആക്സിലും വൈ ആക്സിലുമായിട്ട് കിടക്കുന്നത്. ഫോമില x²/a² + y²/b² = 1. ദാറ്റ് ഈസ് x²/9 + x²/a² 3² + y²/2² = 1. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ നിങ്ങൾ എഴുതണം. x²/9 + y²/4 = 1 എന്ന് എഴുതണം. Next question, find the equation for the ellipse major axis on x-axis and passes through ordered pair 4, 3 and ordered pair 6, 2. ഈ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ഇച്ചിരി സ്റ്റെപ്പ് കൂടുതലായിട്ടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇതാണ് മേജർ ആക്സിസ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്കൊന്നും ആലോചിക്കേണ്ട. ഫോമിൽ എന്താണ്? x²/a² + y²/b² = 1 തന്നെയാണ് ഫോമില. ഫോമിലേക്ക് മാറ്റമൊന്നുമില്ല അല്ലേ? ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ എലിപ്സ് ഏത് പോയിന്റിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്നു? ഓർഡേർഡ് പെയർ 4, 3യിലൂടെയും ഓർഡേർഡ് പെയർ 6, 2യിലൂടെയും പാസ് ചെയ്യുന്നു. അതായത് ഈ ഓർഡേർഡ് പെയറിൽ x കോർഡിനേറ്റ് 4ഉം y കോർഡിനേറ്റ് 3യിലൂടെ ഈ എലിപ്സ് പാസ് ചെയ്യുന്നു. അപ്പോൾ എക്സിന് 4ഉം വൈക്ക് 3യും കൊടുക്കുക. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ്? 4²/a² + 3²/b² = 1. ദാറ്റ് ഈസ് 16/a² + 9/b² = 1. നെക്സ്റ്റ് പോയിന്റ് 6, 2. അപ്പോൾ എക്സിന് 2ഉം എക്സിന് 6ഉം വൈക്ക് 2ഉം കൊടുക്കാം. എക്സിന് 6 കൊടുക്കുമ്പോൾ 6²/a² + വൈക്ക് 2 കൊടുക്കുമ്പോൾ 2²/b² = 1. ഇവിടെയാണ് കൊടുക്കേണ്ടത് എക്സിന് 6, ഇവിടെ വൈക്ക് 2 കൊടുക്കണം. 6² + വൈക്ക് 2 കൊടുക്കുമ്പോൾ 2²/b² = 1. 6² ഈസ് 36/a² + 4/b² = 1. ഇനി നമ്മൾ ഈ റെഡ് കളറിൽ കാണുന്ന 2 ഇക്വേഷൻസ് ഇല്ലേ, ആ 2 ഇക്വേഷനെ സോൾവ് ചെയ്ത് എയും ബിയും കണ്ടെത്തണം. അത് ഇച്ചിരി പാടാണ്. അപ്പം നമ്മൾ ആ 1/a²നെയും 1/b² ഇനി മാറ്റിയെടുത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുക. പുട്ട് 1/a² u ആൻഡ് 1/b² v. 1/a²ന് u എന്നും 1/b²ന് v എന്നും ഈ ഇക്വേഷനിലും കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 16u + 9v = 1. പിന്നെ 16u + 9v = 1. അടുത്ത ഇക്വേഷൻ 36u + 4v = 1. ഇനി നമ്മൾ ഈ സൈമൾട്ടേനിയസ് ഇക്വേഷനെ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഇതിന് ഒന്നെങ്കിൽ വിയുടെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ യുവിൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കുറയ്ക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിൽ എളുപ്പം വിയുടെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഇക്വേഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഇക്വേഷനിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് യു കിട്ടും. ദാറ്റ് ഈസ് u = 1/52. ഞാൻ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നില്ല. സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സിംപ്ലിഫൈ ചെയ്ത് ക്ലാസ്സിൽ ചെയ്തു തരാം. ഫസ്റ്റ് ഇക്വേഷനെ 4 കൊണ്ടും സെക്കൻഡ് ഇക്വേഷനെ 9 കൊണ്ടും ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് u കിട്ടും. ദാറ്റ് ഈസ് u = 1/52. ആ യുവിൻ്റെ ഇക്വേഷൻ ഇതിലോ കൊടുക്കുക, അല്ലെങ്കിൽ യുവിൻ്റെ കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്ത് v കണ്ടുപിടിക്കാം. u 1/52 കിട്ടും, v എന്ന് പറയുന്നത് 1/13 കിട്ടും. അപ്പോൾ യുവിനെ നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു 1/a², തിരിച്ച് വീണ്ടും കൊടുക്കുക. ദാറ്റ് ഈസ് 1/a² = 1/52. അപ്പോൾ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? a² = 52 എന്ന് കിട്ടും. അടുത്ത എന്താണ്? v = 1/13. ആ വിക്ക് എന്ത് കൊടുക്കാം? 1/b² = 1/32. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ, ഇങ്ങോട്ടും മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് കിട്ടും? b² = 13, b² = 13. a² 52ഉം b² 32ഉം കിട്ടിയില്ലേ? അപ്പോൾ ഈ ഇക്വേഷനകത്ത് കൊടുക്കുക x²/52 + y²/13 = 1 എന്ന് കിട്ടും. ഈ സിംപ്ലിഫിക്കേഷൻ പഠിച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോസൈ, ദ vertices, length of the major axis, minor axis and eccentricity of the ellipse 9x² +
4y² = 36. നമ്മളിത് ചെയ്ത് തന്നെയാണ്. പക്ഷേ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. എന്താണ് മാറ്റം? 9x² അല്ലേ, 9x² + 4y² = 36. നമ്മളുടെ ഫോമുല x² / a² + y² / b² = 1. റൈറ്റ് സൈഡിൽ എപ്പോഴും 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 36 കൊണ്ട് എല്ലാ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 9 4s are 36. 4 9s are 36. 36ഉം 36ഉം ക്യാൻസൽ ആയിപ്പോയി. എന്ത് വരും? 1 വരും. അപ്പോൾ ഫോമുല എന്താവും? x² / 4 + y² / 9 = 1 എന്ന് കിട്ടും. മനസ്സിലായോ? x² / 4 + y² / 9 = 1 എന്നാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഏത് ഇക്വേഷനാണ് ഇത്? ഏത് ഇക്വേഷനാണ്? ഡിനോമിനേറ്റർ ഏതിൻ്റെയാണ് ഗ്രേറ്റർ? y² ഡിനോമിനേറ്റർ ആണ് വലുത്. അപ്പം ഫോമുല ഏത് വരും? x² / b² + y² / a² = 1 എന്ന് വരും. സിൻസ് ദ ഡിനോമിനേറ്റർ ഓഫ് y² ഈസ് ലാർജർ, ദ മേജർ ആക്സിസ് അലോങ് y ആക്സിസ്, ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഈസ് x² / b² + y² / a² = 1. ഇവിടെ b² എത്രയാണ്? 4, that is b = 2. a² എത്രയാണ്? a² = 9, a = 3. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് സി കണ്ടുപിടിക്കുന്നത്? c² = b² - b², that is a² is 9 minus b² is 4, that is c² = 5, c = √5. അപ്പോൾ സി കിട്ടി. സി എന്താണ്? √5. അപ്പോൾ സി √5. എ എത്ര കിട്ടും? a3, b2 അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എഴുതാലോ. b = 2, b = 2, a = 3, c = √5. അപ്പോൾ എന്ത് കിട്ടും? ഫോമുല എന്താണ്? x² / b² + y² / a² = 1 ആണ് ഫോമുല. അപ്പോൾ നമുക്കിതെല്ലാം കിട്ടി. അന്നേരം 4 = 0 ± c, that is 0 ± √5. Vertices 0 ± a, that is 0 ± 3. Length of the major axis 2a, that is 2 × 3 6. Length of the minor axis 2b, that is 2 × 2 4. Eccentricity E = c/a, that is √5/3. ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇക്വേഷനിൽ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പഴയ ചെയ്ത ഫോമിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം ഏകദേശം എല്ലാ ടൈപ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.